Okay, what did we learn in the last class? നമ്മൾ last classൽ എന്താ പഠിച്ചത് മക്കളെ? ആർക്കാ പറയാൻ പറ്റുക? Who can say? ആർക്ക് പറയാൻ പറ്റും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പഠിച്ചതെന്ന്? ഓക്കെ, ഇഷിക കുട്ടിക്ക് പറയാൻ പറ്റും അല്ലേ? ഇഷികേനെ മിസ് അൺമ്യൂട്ട് ചെയ്യാം. പറഞ്ഞോ ഇഷിക. എന്താ പറഞ്ഞു നമ്മള് ലാസ്റ്റ് ക്ലാസ്സില്? സ്റ്റോറിന്റെ പേരെന്താ? മൈ ബേബി ബ്രദർ. മൈ ബേബി ബ്രദർ ആണല്ലേ? ആഹാ, ലെസൺ തീർന്നില്ലേ? നമ്മൾ എല്ലാവരും അത് വായിച്ചില്ലേ? നമ്മളത് കംപ്ലീറ്റ് ചെയ്തില്ലേ ലെസൺ? ഓക്കെ, എന്നിട്ടോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്തു അല്ലെ? ഫസ്റ്റ് എക്സസൈസ് ചെയ്തു, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്തു. പഠിച്ചോ അത് മിസ് എഴുതി തന്നത്? പഠിച്ചോ? എഴുതി തന്നെ പഠിച്ചിട്ട് വന്ന എത്ര പേരുണ്ട്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പഠിച്ചിട്ട് വന്ന എത്ര പേരുണ്ട് ഇവിടെ? എഗൈൻ ഇഷിക പഠിച്ചിട്ടുണ്ട്, ദെൻ നിവേദ്യ പഠിച്ചിട്ടുണ്ട്, അലൻ പഠിച്ചിട്ടുണ്ട്, അയ്യേ നാണക്കേട്, റിച്ചാർഡ് പഠിച്ചിട്ടുണ്ട്. ഇത്രയും പേര് മാത്രമേ പഠിച്ചിട്ടുള്ളൂ? ഒരുപാട് ആള് പഠിച്ചിട്ടുണ്ടല്ലേ? മിസ് ചോദിച്ചാ പറയോ? ചോദിച്ചാ പറയാൻ പറ്റുമോ? ഓക്കെ, മിസ് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്ക് നോക്കണ്ട, ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ച പാരന്റ്സ്. ഓക്കെ, then first question. Mother has come dash with a baby. Mother has come dash with a baby. Who can say the answer? ആർക്ക് പറയാൻ പറ്റും ആൻസർ? എന്താ അതിന്റെ ആൻസർ? ഓക്കെ, ഇഷിക. ഇഷികയും ആദിത്യം ഫസ്റ്റ് കൈ പൊക്കിയിട്ടുണ്ട്. പറഞ്ഞു ഇഷിക. Home. Home. Okay, very good. And the next one. The baby is very dash. The baby is very. Our answer by Richard Varno. The baby is very small. Small. Very good. Okay. Next. Dash brings a toy. ഇനി പറയാത്തവർ പറയണേ. Dash brings a toy. ക്ലാസ് ഉണ്ടോ മോൾക്കിപ്പോ? എടുക്കുക ക്ലാസ് വരാം. Dash brings a toy. Okay. അനിത്ത പറഞ്ഞു. ആൻസർ പറഞ്ഞോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണ്ട, മിസ്സിന് മാത്രമേ ഇവിടെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്തോളാം. പറഞ്ഞു അനിത്ത, പറഞ്ഞോളൂ. Mother. Mother. Very good. Next question. The baby is the girl's. A baby ആരാ ഗേളിന്റെ? ഓക്കെ, ആദിത്യ അനൂപ് പറഞ്ഞോ. ആദിത്യ മോനെ പറഞ്ഞോ. പറയുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ, പറഞ്ഞോ. എന്താ മോനെ ആൻസർ? The baby is the girl's brother. Okay. Next question. The girl gives a dash to the baby. The girls gives a dash to the baby. ആരെ പറയാം? ഓക്കെ, ആദിത്യൻ AV പറഞ്ഞോ. മിസ്സിന് കേൾക്കുന്നില്ല. എന്താണ്? Rattle. Very good. Next one. The baby dash at the girl. The baby dash at the girl. And the answer? And the answer?
ഓക്കെ ഐഫുന പറഞ്ഞോ. സ്മൈൽസ്. മിസ് ഇവിടെ സ്മൈൽസ്. ഓക്കെ വെരി ഗുഡ്. ഇനി നമ്മൾ അടുത്ത വർക്ക് എന്താണെന്നറിയോ ചെയ്യാൻ പോകുന്നത്? ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. എന്താ നിങ്ങളുടെ നെക്സ്റ്റ് വർക്ക്? ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. എന്താ അങ്ങനെ പറഞ്ഞാല്? അവിടെ എത്ര ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്? 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലെസണിനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മളോട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹു ഹാസ് ബ്രോഡ് ഹോം എ ബേബി? ഹു ഹാസ് ബ്രോഡ് ഹോം എ ബേബി? അത് എഴുതിയതാണല്ലോ. റിച്ചാർഡ് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ പറഞ്ഞോ. പറഞ്ഞോ. Mother has brought home a baby. Okay, പഠിച്ചിട്ടുണ്ടല്ലേ നിങ്ങള്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതണ്ടേ? നമുക്ക് എഴുതണ്ടേ? ഓക്കെ, ഇത് നമ്മളന്ന് ലാസ്റ്റ് ചെയ്തതാണ്. നിങ്ങളുടെ ഇന്നത്തെ ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് കാണിച്ചു തരാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഹു ഹാസ് ബ്രോഡ് ഹോം എ ബേബി? ഹു ഹാസ് ബ്രോഡ് ഹോം എ ബേബി? നമ്മൾ എല്ലാവരും അതിന്റെ ആൻസർ പഠിച്ചതാണ്. മദർ ഹാസ് ബ്രോഡ് ഹോം എ ബേബി. അമ്മയാണ് വീട്ടിലൊരു കുഞ്ഞുവാവനെ കൊണ്ടുവന്നത് അല്ലേ? എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? വൈ ഡസ് മദർ ആസ്ക് ദ ഗേൾ നോട്ട് ടു ടേക്ക് എനി നോയ്സ്? ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡസ് മദർ ആസ്ക് ദ ഗേൾ നോട്ട് ടു മേക്ക് എനി നോയ്സ്? എന്തുകൊണ്ടാണ് അമ്മ കുട്ടീനോട് പറഞ്ഞത്? ആ ഗേളിനോട് എന്തുകൊണ്ടാ പറഞ്ഞത്? നീ സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത് എന്ന്. എന്തുകൊണ്ടാ പറഞ്ഞത്? വാവ എഴുന്നേൽക്കുന്നോണ്ടല്ലേ? ആ കുഞ്ഞു വാവ എഴുന്നേൽക്കുന്നോണ്ടല്ലേ അമ്മ പറഞ്ഞത് ചേച്ചിപ്പണിനോട് നീ സൗണ്ട് ഒന്നും ഉണ്ടാക്കരുതെന്ന്? അപ്പൊ ആൻസർ എന്താ നോക്ക? മദർ ആസ്ക് ദ ഗേൾ നോട്ട് ടു മേക്ക് എനി നോയ്സ് ബിക്കോസ് ദ ബേബി വിൽ വേക്ക് അപ്പ്. മദർ ആസ്ക് ദ ഗേൾ നോട്ട് ടു മേക്ക് എനി നോയ്സ് എന്ന് വെച്ചാൽ എന്താണ്? അമ്മ ആ ഗേളിനോട് പറഞ്ഞു നീ സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത്. ബിക്കോസ് കാരണം the baby will wake up. The baby will wake up. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ. എന്റെ കൂടത്തിൽ മിസ്സിന്റെ കൂടത്തിൽ നിന്ന് വായിച്ചു നോക്കിയേ. മദർ ആസ് ആദ്യത്തിന് എഴുതി വായിക്കുന്നില്ലല്ലോ. മദർ ആസ് the girl not to make any noise because കാരണം the baby will wake up. ബേബി എഴുന്നേൽക്കും അല്ലേ? the baby will wake up. പഠിച്ചോ? എന്താണ് ക്വസ്റ്റ്യൻ സെക്കൻഡ് വൺ? why does mother ask the girl not to make any noise? The answer is mother asked the girl not to make any noise because the baby will wake up. ആദ്യത്തെ എഴുന്നേറ്റേ. എല്ലാരും കടന്ന മിസ്സിനെ കാണാതിരുന്നപ്പോ. ഹാദിയ റാഷിദ് വീഡിയോ ഓൺ ആക്കാമോ? ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടോ? റഫ് ബുക്ക് ഉണ്ടോ? എത്ര പേരുടെ കയ്യിലാണ് റഫ് ബുക്ക് ഉള്ളത് ഇപ്പോ? എന്താ വേണ്ടത്? പാരന്റ്സിനോടാണ് ഇപ്പൊ നോട്ട് കൊടുക്കണോ അതോ നോട്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്താൽ മതിയോ? എന്താ വേണ്ടേ? അവരെഴുതട്ടെ അല്ലെ? അവർ ഉറക്കം പോട്ടെ അല്ലെ? എഴുതിയാലോ നമുക്ക്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയതല്ലേ? ഇപ്പൊ റഫ് ബുക്കിൽ എഴുതിയാൽ മതി. ഇപ്പൊ റഫ് ബുക്കിൽ എല്ലാവരും എഴുതിയെടുക്കാം. ഓക്കെ, മിസ് ഒന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാരും നിങ്ങളുടെ ബുക്ക് എടുക്കുക, എഴുതുക. അവരെഴുതട്ടെ. You have to write the second question.
Why does, where is the notebook? Right. Why does mother ask, second one ആണ് എഴുതേണ്ടത് കണ്ടോ കണ്ടോ why does mother ask the girl not to make any noise? Right. Why does spelling തെറ്റിക്കാതെ എഴുതണേ WHY why does DOES why does. Okay, enough. You have to sit here. നമുക്ക് പിന്നെ എഴുതാം അല്ലേ ഇത് നോക്കി പഠിച്ചു അശ്വിനി. Why does mother ask the girl not to make any noise? സ്പീഡിൽ എഴുതണേ നല്ല മക്കളായിട്ട്. Why does mother ask the girl not to make any noise? മിസ് അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുവേ പഠിച്ചിട്ട് വരണേ. Why does mother ask the girl not to make any noise? Why does mother ask the girl not to make any noise? The answer is mother asked the girl not to make any noise because the baby will wake up. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലേ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ല എങ്കിൽ സൂം ചെയ്യാം സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. Mother asked the girl not to make any noise because the baby will wake up. Mother asked the girl not to make any noise. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് why does mother ask the girl not to make any noise എന്നല്ലേ ഇവിടെ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ഫസ്റ്റ് എഴുതിയില്ലേ നോക്കിയേ ഈ why does നമ്മൾ എഴുതിയില്ല കണ്ടോ സ്ക്രീനിലേക്ക് നോക്കുക മിസ്സിന് നോക്കിയ എല്ലാവരും why does നമ്മൾ ഒഴിവാക്കിയിട്ടല്ലേ എഴുതിയത് അതിനുശേഷം mother asked the girl not to make any noise ആ ക്വസ്റ്റ്യൻ അതുപോലെ നമ്മൾ എഴുതിയില്ല ഇവിടം വരെ എന്നിട്ട് അതിന്റെ കാരണമാണ് എഴുതിയ അല്ലേ ബിക്കോസ് കാരണം the baby will wake up the baby will wake up. Mother asked the girl not to make any noise because the baby will wake up. പഠിച്ചോ Okay, did you finish? എത്ര പേര് എഴുതി കഴിഞ്ഞു? Say yes or no. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞില്ല. എഴുതി കഴിഞ്ഞോ? Say yes or no. ഇർഷാദ് എഴുതി കഴിഞ്ഞല്ലേ? ഒന്നുകൂടി മിസ് കാണിച്ചു തരാം. Why does mother ask the girl not to make any noise? The answer is mother asked the girl not to make any noise because the baby will wake up. ഇന്ന് എഴുതിയതും ഇന്നലെ നമ്മൾ എഴുതിയതും ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വരണേ.
എന്താണ് റിച്ചാർഡ് ഒരു ഡൗട്ട്? റിച്ചാർഡ് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. എഴുതിയ മോൻ? എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞില്ലേ? എഴുത്. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. മിസ് അൺമ്യൂട്ട് ചെയ്ത് തരാം. അമ്മ പിന്നെ പറഞ്ഞുതരും. കൊറേ ആ എഴുതിയ മോനിപ്പോ എഴുതിയെടുത്തോ? കൊറേ ഡൗട്ട് ഉണ്ട്, അത് ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. എന്താ ക്ലിയർ ആവാത്തത്? കൊറേ എണ്ണുണ്ട്. കൊറേ എണ്ണുണ്ടാ? മോനെ എഴുതാനാവാത്തതാണോ അതോ ഡൗട്ട് ഉണ്ടോ? മലയാളം മീനിങ് മനസ്സിലാവാത്തതാണോ? ഇംഗ്ലീഷ് അത് മനസ്സിലാവുന്നില്ല. പറഞ്ഞു തരുവേ കേട്ടാ. മനസ്സിലാവാത്തവരെല്ലാരും മിസ്സിനെ വിളിച്ച പറഞ്ഞു തരും കേട്ടാ. അപ്പൊ നിങ്ങൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതി കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. കാരണം എന്താ? UKG വരെ നിങ്ങൾ ഇങ്ങനെ സെന്റൻസിൽ എഴുതാൻ പഠിച്ചിട്ടില്ലല്ലോ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പഠിക്കുന്നത്. അപ്പൊ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അത് കുഴപ്പമില്ല. ഇനി നമ്മൾ EVS-ലും ഇംഗ്ലീഷിലും എല്ലാം ഇങ്ങനെ സെന്റൻസിലാണ് ആൻസർ ചെയ്യേണ്ടത് എക്സാമിന്. അപ്പൊ ഇത്രയും വലിയ സെന്റൻസ് എല്ലാം പഠിക്കണം നിങ്ങള്. വലിയ മക്കളായില്ലേ? സ്റ്റാൻഡേർഡ് ക്ലാസ്സിലായില്ലേ? ഓക്കെ, എന്നൊരു കാര്യം ചെയ്യും. ഇനി മുതലുള്ള ക്വസ്റ്റ്യൻ, ഇനിയുള്ള 3 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? മിസ് പറയാം. ഇത് നോട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരാം. നിങ്ങൾ എന്നിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഓക്കെ ആണോ എല്ലാവർക്കും? ആണോ? ഓക്കെ. ഓക്കെ, എന്താ തേർഡ് ക്വസ്റ്റ്യൻ? തേർഡ് ക്വസ്റ്റ്യൻ എന്താ? What has mother brought for the baby? What has mother brought for the baby? ആൻസർ പറഞ്ഞ നിങ്ങൾക്ക് അറിയാലോ. എന്താ അമ്മ ആ വാവയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത്? എന്താ കൊണ്ടുവന്നത്? ആർക്ക് പറയാൻ പറ്റും? അറിയോ എല്ലാവർക്കും? ഒരു ടോയ് കൊണ്ടു കൊടുത്തില്ലേ? ആ ടോയിന്റെ പേരെന്താ? റാറ്റ്. എന്താണ്? റാറ്റ്. നോക്ക, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. സോറി, അതിന് മുന്നേ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡസ് ദ ബേബി ഡു വെൻ ഹി വേക്സ് അപ്പ്? എന്താ അതിന്റെ മീനിങ്? വാട്ട് ഡസ് ദ ബേബി ഡു വെൻ ഹി വേക്സ് അപ്പ്? അവ എഴുന്നേറ്റപ്പോ എന്താ ചെയ്തത്? ബേബി എഴുന്നേറ്റ പാടെ എന്താ ചെയ്തത്? കരഞ്ഞു അല്ലേ? When the baby wakes up, he starts crying. ആരാ സ്ക്രീനിൽ വരച്ചിരുന്നത്? സ്ക്രീനിൽ ആരാ വരച്ചിരുന്നത്? മിസ് നോക്കണം ആരാ വരച്ചിരുന്നതെന്ന്. നോക്ക, തേർഡ് ക്വസ്റ്റ്യൻ. What does the baby do when he wakes up? What does the baby do when he wakes up? ആ ബേബി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ എന്താ ചെയ്തത്? When the baby wakes up, he starts crying. അവൻ എഴുന്നേറ്റ പാടെ കരയാൻ തുടങ്ങിയില്ലേ? അതാണ് ആൻസർ. When the baby wakes up, he starts crying. ഒന്ന് എന്റെ കൂട്ടത്തിൽ വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താണ്? What does the baby do when he wakes up? Once more. What does the baby do when he wakes up? What does, എന്റെ കൂട്ടത്തിൽ വായിക്കണേ. What does the baby do when he wakes up? The answer is when the baby
when the baby When the baby. soundil വായിച്ചേ when the baby When the baby wakes up wakes up, he starts it starts crying. crying. When the baby When the baby wakes up wakes up, he starts he starts crying. crying. Okay, fourth question എന്താണ് നോക്കിയേ എന്താ fourth question? What has mother brought for the baby? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? എന്താണ് അമ്മ വാവയ്ക്ക് വേണ്ടി വാങ്ങിയത്? What has mother brought for the baby? The answer is mother has brought a toy for the baby. Mother has brought a toy for the baby. അല്ലേ? അമ്മ ആ വാവയ്ക്ക് വേണ്ടി ഒരു കളിപ്പാട്ടല്ലേ വാങ്ങിയത്? അല്ലേ? ടോയ് വാങ്ങിക്കൊടുത്തില്ലേ? Then mother has brought a toy for the baby. മനസ്സിലായോ question? Question മനസ്സിലായോ മക്കൾക്ക്? Fifth question എന്താണ്? Fifth question എന്താ? Fifth question why does the girl think that the baby loves her? റിച്ചാർഡ് ശ്രദ്ധിക്കണേ മോനെ. കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ആദ്യത്തെ listen here. Why does the girl think that the baby loves her? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് തോന്നിയത് വാവയ്ക്ക് തന്നെ ഇഷ്ടമാണെന്ന്? എന്തുകൊണ്ടാണ് തോന്നിയത്? The girl thinks that the baby loves her because he smiles at her. Because he smiles at her. മനസ്സിലാവുന്നുണ്ടോ ദേവർഷ? മനസ്സിലാവുന്നുണ്ടോ? മീനിങ് പറഞ്ഞു തരുമ്പോ മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ? ഒന്ന് നോക്കി ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര്. Why does the girl think that the baby loves her? The girl thinks that the baby loves her because ഇത്രയും കാര്യം ഇത് ഈ സെന്റൻസ് നമ്മൾ എവിടെ നിന്നുണ്ടാക്കിയതാണ്? ക്വസ്റ്റ്യനിൽ തന്നെ എടുത്ത് എഴുതിയതല്ലേ? Because കാരണം the baby smiles at her. ബേബി എന്ത് ചെയ്തു? ആ ചേച്ചിനെ നോക്കി ചിരിച്ചല്ലേ? അപ്പൊ ചേച്ചിക്ക് തോന്നി ബേബിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാണെന്ന്. അല്ലേ? അല്ലേടോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യാം മിസ്? ഇന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം. നോട്ട്ബുക്കിലേക്ക് എഴുതാം. നോട്ട്ബുക്കിലേക്ക് എഴുതുന്നത് എങ്ങനെ എഴുതാം? നമ്മൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് പേജ് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹു ഹാസ് ബ്രോഡ് ഹോം എ ബേബി? ആ ക്വസ്റ്റ്യൻ എഴുതുക, അതിന്റെ ആൻസറും എഴുതുക. എന്നിട്ട് ആ പേജ് നിറയെ ആ ക്വസ്റ്റ്യൻ മാത്രം എഴുതി പഠിച്ചോ. അടുത്ത ക്ലാസ്സിൽ മിസ് എഴുതിപ്പിക്കും നിങ്ങളെ കൊണ്ട്. അപ്പൊ സ്പെല്ലിങ്ങും പഠിക്കണം, പിന്നെന്ത് പഠിക്കണം? പറയാനും പഠിക്കണം. സ്പെല്ലിങ്ങും പഠിക്കണം, എഴുതാനും പഠിക്കണം, പറയാനും പഠിക്കണം. ഓക്കെ? ഇനി 2-3 ദിവസമില്ലേ ക്ലാസ്സില്? ഹു ഹാസ് ബ്രോട്ട് ഹോം എ ബേബി എന്നുള്ള ക്വസ്റ്റ്യൻ എഴുതുക, അതിന്റെ ആൻസർ എഴുതുക. ആ ഒരു പേജ് നിറയെ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ മാത്രം എഴുതി പഠിക്കാം. നെക്സ്റ്റ് പേജ് എടുക്കുക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക. പാരന്റ്സ് കേൾക്കുന്നുണ്ടാവണേ. നെക്സ്റ്റ് പേജ് എടുക്കുക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക, അതിന്റെ ആൻസർ എഴുതി അതും പഠിക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് മക്കൾ അത് എഴുതി പഠിക്കണ്ട. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും എഴുതിയാൽ മാത്രം മതി. നെക്സ്റ്റ് സാറ്റർഡേ ഇല്ലേ, അടുത്ത ആഴ്ച, ആ സമയം ആകുമ്പോഴത്തേക്കും നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി. ഇപ്പൊ ഒരു പ്രാവശ്യം എഴുതുക ഓരോ പേജിലായിട്ട്. എന്നിട്ട് സാറ്റർഡേ ആവുന്ന സമയത്ത് നിങ്ങൾ എഴുതി പഠിച്ച് നമുക്ക് എഴുതി നോക്കാം കാണാതെ. പഠിച്ചോന്നറിയണ്ടേ മിസ്സിന്? ഓക്കെ? അത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ. പിന്നെന്താണ്? വായിക്കാൻ പഠിച്ചോ നമ്മുടെ ലെസൺ? വായിക്കാൻ പഠിച്ചോ എല്ലാവരും? പിന്നെന്താ, ആരാ വായിക്കാൻ നമ്മുടെ ലെസൺ ഇന്ന്? നമ്മുടെ ലെസൺ ഇന്ന് ആരാ വായിക്കാൻ പോകുന്നത്?
അലന് പറ്റുവോ? അലൻ ജോസഫ് പറ്റുമോ വായിക്കാൻ? വായിച്ചു നോക്കിയില്ലേ നിങ്ങള്? Yes. മിസ് ഒന്നുകൂടി അത് വായിച്ചു തരാം. എന്റെ കൂട്ടത്തിൽ വായിക്കും നിങ്ങൾ എല്ലാവരും. Yes. വായിക്കോ? ആർ യു റെഡി? ഓക്കെ. മൈ ബേബി ബ്രദർ. My baby brother. സൗണ്ടിൽ വായിക്കണേ, നിങ്ങൾ മ്യൂട്ട് ഒന്നും അല്ല, എനിക്ക് ഇവിടെ കേൾക്കാം. ഓക്കെ, വായിക്കാത്ത കുട്ടികളെ അപ്പം മിസ് വിളിക്കുവേ. വായിച്ചോ. മൈ ബേബി ബ്രദർ. My baby brother. മൈ ബേബി ബ്രദർ. My baby brother. ഐ ആം വെരി ഹാപ്പി. I am very happy. കൈ തൊട്ട് വായിക്കാം. ഐ ആം വെരി ഹാപ്പി. I am very happy. മദർ ഹാസ്. Mother has. മദർ ഹാസ് Mother has കം ഹോം come home വിത്ത് എ ബേബി. with a baby. ഹി ഈസ് മൈ He is my baby. He is my brother. He is my brother. My brother. My brother. He is He is very small. very small. That is But he his is cradle. cradle. Don't make Don't make any noise. any noise. Don't make Don't make any noise. any noise. നിവേദ്യ വിനോദ് ടെക്സ്റ്റ് ബുക്ക് എവിടെ? ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയ മോളെ. ഓക്കെ. മദർ സേസ്. Mother says, ആദിൻ. Adi, ആദ്യം നോക്കി വായിച്ച മോനെ. ബേബി വിൽ baby will wake up. wake up. Wake up. Wake up. Baby wakes up. Baby wakes up. Baby wakes up. Baby wakes up. He starts He starts crying. 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 മുഹമ്മദ് ആബിസ് വായിക്കുന്നുണ്ടോ? മിസ് കാണുന്നുണ്ടല്ലേ ഇവിടുന്ന് കേട്ടാ. നെക്സ്റ്റ് നോക്ക. Don't cry. Don't cry. Don't cry. Don't cry. I say I say, I will I will play with you. play with you. Mother brings Mother brings Mother brings a a toy. toy. A toy. A toy. ദേവാങ്ക് വായിക്കുന്നുണ്ടോ? What is it? What is it? What is it? What is it? I ask. I ask. It is a rattle. It is a racket. It is a rattle. It's a racket. She says. She She says. says. She says. Give it to Give it to. Aifuna. Give it to Give it to baby. baby. He will. He will. He will He will stop crying. stop crying. I give the rattle. I give the racket. I give the rattle I give the racket to baby. to baby. Next page എടുത്തേ. ആ പേജ് കഴിഞ്ഞു നമ്മള്. Okay. Now Now baby is happy. baby is happy. He smiles at me. He smiles at me. He smiles at me. He smiles at me. I think I think he loves me. he likes me. I love him too. I love him too. Okay. കഴിഞ്ഞില്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ നോട്ട്ബുക്കിലെല്ലാം എഴുതിട്ട് വരില്ലേ? നോട്ട്ബുക്കിൽ എഴുതിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണേ ഗ്രൂപ്പില്. നല്ല മക്കളായിട്ട് മടിയില്ലാതെ എഴുതണേ. കേട്ടല്ലോ? എഴുതില്ലേ എല്ലാവരും? അടുത്ത ക്ലാസ്സിലേക്ക് 5 ക്വസ്റ്റ്യനും പഠിച്ചിട്ട് വരില്ലേ? പഠിച്ചിട്ട് വരുവോ? ഓക്കെ, നമുക്കതിന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? മിസ് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇതിന്റെ വലിയ ക്വസ്റ്റ്യൻ പഠിക്കുന്നത്, അതുകൊണ്ട് മാത്രം. കേട്ടല്ലോ?
നമുക്ക് പതിയെ പതിയെ ചെറുതായിട്ട് സ്പീഡാക്കാം. ഓക്കെ, അപ്പൊ മിസ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ആദിത്യനൂപിന് പറയാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ലല്ലോ പറയാൻ. ആർക്കും ഒന്നുമില്ല അല്ലേ പറയാൻ? എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ മിസ്. ഓക്കെ, എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ? ടാറ്റാ. ഓക്കെ, ബൈ.